അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച വന്നുള്ള ചന്ദ്രികയിലെ മുഖപ്രസംഗം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനാണ് ഞാനിവിടെ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത്. ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഫലസ്തീന് മുസ്ലിം ലീഗിൻ്റെ ഇടറാത്ത പിന്തുണ എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ മുഖപ്രസംഗം ആരംഭിക്കുന്നത്. എറണാകുളം മറൈൻ ഡ്രൈവിൽ അലയടിച്ച ജനസാഗരം ഒരു രാഷ്ട്രീയ റാലിയുടെ കേവല കാഴ്ചക്കാരായിരുന്നില്ല, മറിച്ച് ലോക മനസാക്ഷിക്ക് മുന്നിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ വംശഹത്യയിൽ ഞെരിഞ്ഞമർന്ന ഫലസ്തീനിലെ നിസ്സഹായരായ മനുഷ്യർക്ക് അയച്ച ഐക്യദാർഢ്യത്തിൻ്റെ ശക്തമായ സന്ദേശമായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഗസ ഐക്യദാർഢ്യ റാലിയിൽ 10,000 പങ്കെടുത്തത് അനീതിക്കെതിരെ കേരളത്തിൻ്റെ മനസ്സ് എത്രമാത്രം ജാഗ്രതയോടെയാണ് നിലകൊള്ളുന്നത് എന്നതിൻ്റെ തെളിവാണ്. ഇത് കേവലമായൊരു സമ്മേളനമല്ല, മറിച്ച് മനുഷ്യത്വത്തിൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കാനുള്ള ഒരു ജനതയുടെ പ്രഖ്യാപനമാണ്. ചരിത്രത്തിലുടനീളം പീഡിതർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി ശബ്ദമുയർത്തിയ പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനുള്ളത്. ഫലസ്തീൻ വിഷയത്തിൽ പതിറ്റാണ്ടുകളായി പാർട്ടി സ്വീകരിച്ചു വന്ന നിലപാടിൻ്റെ സ്വാഭാവികമായ തുടർച്ചയാണ് മറൈൻ ഡ്രൈവിലെ ഈ മഹാസംഗമം. സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാകേണ്ടി വന്ന ഒരു ജനതയുടെ കണ്ണീരിനൊപ്പം നിൽക്കുകയെന്നത് കേവലം രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, അതൊരു മാനുഷികമായ ഉത്തരവാദിത്തമാണെന്ന് മുസ്ലിം ലീഗ് വീണ്ടും അടിവരയിരുന്നു. കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്കു നേരെ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളെ ഒരു പരിഷ്കൃത സമൂഹത്തിനും ന്യായീകരിക്കാനാവില്ല. ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും തകർത്തെറിഞ്ഞ് ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണകൂട ഭീകരതക്കെതിരെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയരുമ്പോൾ ആ ശബ്ദത്തോടൊപ്പം ചേർന്നു നിൽക്കാൻ ഇന്ത്യയിലെ ഒരു പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വന്നു എന്നത് ഏറെ ശ്ലാഘനീയമാണ്. സമീപ വർഷങ്ങളിൽ പ്രത്യേകിച്ച് ഗസയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫലസ്തീനെ പിന്തുണയുമായി കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് മാറ്റമാണ്. 2024 സ്പെയിന്, അയർലൻഡ്, നോർവേ, സ്ലൊവാനിയ എന്നീ 4 യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഇത് യൂറോപ്യൻ യൂണിയനിലെ മറ്റു പ്രമുഖ രാജ്യങ്ങളായ ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവരുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്ന നീക്കമായിരുന്നു. 2024 മെയ് മാസത്തിൽ ഫലസ്തീന് UN-ൽ പൂർണ്ണ അംഗത്വം നൽകുന്നതിനുള്ള പ്രമേയം പൊതുസഭയിൽ വോട്ടിനിട്ടപ്പോൾ 143 രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തു. വെറും 9 രാജ്യങ്ങൾ മാത്രമാണ് എതിർത്തത്. അമേരിക്കയുടെ വീറ്റോ കാരണം രക്ഷാസമിതിയിൽ ഈ നീക്കം തടസ്സപ്പെട്ടെങ്കിലും ലോകരാജ്യങ്ങളുടെ അഭിപ്രായം എങ്ങോട്ടാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ വോട്ടെടുപ്പ്. നിലവിൽ UN-ൽ ഫലസ്തീന് അംഗമല്ലാത്ത നിരീക്ഷക രാഷ്ട്രമെന്ന പദവിയുണ്ട്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഫലസ്തീനെ അംഗീകരിക്കുന്നു. ചൈന, റഷ്യ, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളെല്ലാം ഈ പട്ടികയിലുണ്ട്. ഇന്ത്യ 1988 തന്നെ ഫലസ്തീനെ അംഗീകരിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ BJP ഭരണകാലത്ത് ഇസ്രായേലിനൊപ്പം നിൽക്കാനാണ് ഇന്ത്യയുടെ നീക്കം. മുസ്ലിം ലീഗിൻ്റെ ഐക്യദാർഢ്യ റാലി ഏറ്റവും പ്രസക്തമാക്കുന്നത് ഇന്ത്യയുടെ നിലവിലെ വിദേശ നയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. സാമ്രാജ്യത്വത്തിനും കോളനി വൽക്കരണത്തിനുമെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ഇന്ത്യയുടെ പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമായ നിശബ്ദതയാണ് ഫലസ്തീൻ വിഷയത്തിൽ നിലവിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്നത്. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഇന്ത്യ ഫലസ്തീനിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും ശക്തമായി വാദിച്ചിരുന്നു. എന്നാൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നയത്തിൽ പ്രകടമായ മാറ്റമുണ്ടായി. ഇസ്രായേലുമായി വർദ്ധിച്ചു വരുന്ന സൈനിക സാമ്പത്തിക ബന്ധങ്ങൾ ഇന്ത്യയുടെ ചരിത്രപരമായ നിലപാടുകളെ ദുർബലപ്പെടുത്തുകയും ഫലസ്തീൻ ജനതയെ തള്ളിപ്പറയുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ ലജ്ജാകരമായ മൗനത്തിൻ്റെ വാത്മീകം ഭേദിക്കുന്ന ശബ്ദമാണ് മറൈൻ ഡ്രൈവിൽ നിന്ന് മുഴങ്ങിക്കേട്ടത്.
അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നടത്തിയ ഈ ഐക്യദാർഢ്യ സമ്മേളനം കേവലം ഒരു പ്രതിഷേധ പരിപാടിയിൽ ഒതുങ്ങുന്നില്ല. രാജ്യത്തിൻ്റെ വിദേശ നയത്തിലെ അപജയങ്ങൾക്കെതിരെയുള്ള ചൂണ്ടുവിരൽ കൂടിയാണ്. ഭരണകൂടങ്ങൾ നിശബ്ദത പാലിക്കുമ്പോഴും അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെയും ആർജവത്തെയുമാണ് ഈ അടയാളപ്പെടുത്തുന്നത്. മറൈൻ ഡ്രൈവിലെ ജനസഞ്ചയം ഫലസ്തീനിലെ പീഡിതർക്ക് നൽകുന്നത് കേവലം പിന്തുണയുടെ വാക്കുകളല്ല, മറിച്ച് നിങ്ങൾ ഒറ്റക്കല്ലെന്നും ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ നിങ്ങൾക്കൊപ്പമുണ്ടെന്നുമുള്ള ഉറച്ച പ്രഖ്യാപനമാണ്. ഈ ശബ്ദം ഡൽഹിയിലെ ഭരണസിരാ കേന്ദ്രങ്ങളിലും നീതിബോധമുള്ള ഓരോ ഇന്ത്യക്കാരൻ്റെ മനസ്സിലും പ്രതിധ്വനിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇന്നത്തെ മുഖപ്രസംഗം. വളരെ കൃത്യമായി തന്നെ ഫലസ്തീന് മുസ്ലിം ലീഗിൻ്റെ ഇടറാത്ത പിന്തുണ എന്ന തലക്കെട്ടിൽ കൃത്യമായി തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ബഹുമാന്യനായ ഈ ഒരു ലേഖനം വായിച്ചപ്പോഴാണ് ബഹുമാന്യനായ മർഹൂം അഹമ്മദ് സാഹിബിനെ ഓർമ്മ വരുന്നത്. ഫലസ്തീൻ്റെ മണ്ണിൽ കൃത്യമായി തന്നെ ഇസ്രായേലിൻ്റെ ബുൾഡോസറുകളും മിസൈലുകളും സ്കഡ് മിസൈലുകളും ഒക്കെ വന്ന് വീഴുന്ന ഫലസ്തീൻ്റെ മണ്ണിൽ ഇന്ത്യയുടെ അന്ന് വിദേശകാര്യ മന്ത്രിയായിരുന്ന അഹമ്മദ് സാഹിബ് അവിടെ സന്ദർശനം നടത്തുമ്പോൾ ബഹുമാന്യനായ അഹമ്മദ് സാഹിബ് അവിടെ എത്തിയത് ഈ ഒരു കൃത്യമായി തന്നെ അഹമ്മദ് സാഹിബ് അവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന മറൈൻ ഡ്രൈവിൽ നടന്ന ആ ഒരു സംഭാഷണത്തിൽ ഫലസ്തീൻ്റെ അംബാസഡർ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. ആ ഒരു സമയത്ത് ഇന്ത്യയുടെ വിദേശ രാഷ്ട്ര പര്യടനങ്ങളിൽ ഏറെ ശ്രദ്ധയാർജിച്ച ബഹുമാന്യനായ അഹമ്മദ് സാഹിബ് മന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തെയാണ് ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് അയക്കാറുള്ളത്. കൃത്യമായി തന്നെ ഫലസ്തീൻ മണ്ണിൽ ബൈത്തുൽ മുഖദ്ദസിൽ അന്നത്തെ ഫലസ്തീൻ പ്രസിഡന്റ് യാസർ അറഫാത്തുമായി ഒരുമിച്ച് ജുമാ നമസ്കരിക്കുന്ന ഫോട്ടോസും മറ്റുമൊക്കെ ഇന്നും വാർത്താമാധ്യമങ്ങളിൽ നമുക്ക് ചികഞ്ഞെടുത്താൽ നമുക്ക് ലഭിക്കും. ഞാൻ ഈ ചന്ദ്രികയിലെ മുഖപ്രസംഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയതാണ് അഹമ്മദ് സാഹിബിനെ കുറിച്ച് ഇന്നലെ മറൈൻ ഡ്രൈവിൽ പ്രസംഗിച്ച ഫലസ്തീൻ്റെ അംബാസഡർ കൃത്യമായി തന്നെ അദ്ദേഹത്തെ പരാമർശിക്കുന്നതായി നമ്മൾ കേൾക്കാൻ കഴിഞ്ഞു. ഏതായാലും മുസ്ലിം ലീഗ് കലവറയില്ലാത്ത പിന്തുണ എന്നും ഫലസ്തീൻ മക്കൾക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യവും നൽകി പോരുന്നുണ്ട്. ഏതായാലും കൃത്യമായും ഈ ഒരു മുഖപ്രസംഗം അത് കൃത്യമായി ഊന്നിപ്പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ശക്തമായ പിന്തുണ വിളിച്ചോതുന്ന ഒരു കൃത്യമായി തന്നെ മറൈൻ ഡ്രൈവിൽ ഇന്നലെ നടന്ന ഗസ ഐക്യദാർഢ്യ റാലി രാജ്യത്തെ മറ്റു ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ്. അവിടെ പങ്കെടുത്ത ആളുകളെക്കുറിച്ചൊന്നും ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. എല്ലാ മേഖലയിൽ നിന്നും എല്ലാ സമുദായ നേതാക്കൾ അതുപോലെ തന്നെ മറ്റ് അംഗങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒറ്റ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തി ഇതുപോലുള്ള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട നേതൃത്വത്തെ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ മുഖപ്രസംഗത്തിൽ ഇതിൻ്റെ കാതലായ എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ഫലസ്തീൻ മക്കൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കാതെയും അവർ സന്തോഷിക്കാതെയും അവിടെ രാജ്യത്ത് സന്തോഷിച്ചുകൊണ്ട് പിഞ്ചുമക്കൾ സന്തോഷിച്ചുകൊണ്ട് ഉല്ലസിച്ച് നടക്കാതെയും ഫലസ്തീൻ മക്കൾക്ക് അവർക്ക് നീതി ലഭിക്കാതെയും ഈ ലോകം അവസാനിക്കില്ല എന്ന് നമുക്കറിയാം. അവർ സന്തോഷിക്കുന്ന നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ളതാണ് എനിക്കൊക്കെ പറയാനുള്ളത്. ഏതായാലും അവർക്ക് ശക്തമായ പിന്തുണ നൽകി അവിടെ പങ്കെടുത്ത പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കൂടി ഈ സമയത്ത് സർവ്വവിധ പിന്തുണയും അവരോടുള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാസലാമ.